ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചീരു ഇങ്ങനെ ഓടിപ്പോവാണ് കേട്ടോ റെയിൽവേ ട്രാക്കിലോട്ട്. ആ സമയം സത്യൻ പെട്ടെന്ന് കണ്ണിലൂടെ ഇത് കാണാണ്. ചീരുവിന്റെ ആ വഴിയിലൂടെ പോകുമ്പോൾ അത് റെയിൽവേ ട്രാക്കിലോട്ടുള്ള വഴിയാണല്ലോ എന്ന് പറഞ്ഞ് സത്യം ബൈക്കിൽ നിന്ന് ചാടുന്നുണ്ട് കേട്ടോ. ഈ സമയം എടാ സത്യം, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അതാ ചീരു പോകുന്നു, റെയിൽവേ ട്രാക്കിലോട്ടുള്ള വഴിയാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയം ട്രെയിന് കടന്നു പോകുന്ന ആ ഒരു സമയം തന്നെയാണ് കേട്ടോ. ചീരുവാണെങ്കിലോ മരണം മുന്നിൽ കണ്ട് തന്നെ താൻ റെയിൽവേ ട്രാക്കിലോട്ട് കയറിയിട്ട് മരണം വിളിച്ചു വരുത്തുന്നത് പോലെ മുന്നിലോട്ട് നോക്കുമ്പോൾ സത്യനും ഇന്ദ്രനും കൂടി ചീരുവിനെ വലിച്ചഴിച്ച് പുറത്തോട്ട് ഇഴഞ്ഞിട്ട്, ചീരു എന്താണ് ഈ കാണിക്കുന്നത്? എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, മതി, എനിക്ക് മരിക്കണം, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ചീരു ഇങ്ങനെ അട്ടഹസിച്ച് കരയുമ്പോൾ ഉടൻ തന്നെ സത്യൻ എന്താ ചീരു നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചീരുവിനെ അവിടെ നിന്നും പിന്നീട് അനുപമയുടെ വീട്ടിലെത്തിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമയുടെ തോളിൽ ഒരു തരം മരവിച്ചതുപോലെ ഇങ്ങനെ ചീരു കിടക്കുകയാണ്. ഈ സമയം എല്ലാവരും നിശ്ചലമായി നിൽക്കുകയാണ്. കാരണം ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ചീരു ഇന്ന് ഇല്ല. ചീരു നുറുങ്ങി ഓരോ ഭാഗങ്ങളായി, ഓരോ കഷ്ണങ്ങളായി ഒരു ഭാഗത്ത് കിടന്നിരുന്നു എന്ന ആ ഒരു ഇതോടുകൂടി എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കാനായിട്ട്. ആ സമയം മോളെ നീ എന്ത് പണിയാടി കാണിച്ചത്? നിന്നെ ഞാൻ ആ വീട്ടിലോട്ട് തള്ളി കൊണ്ടുപോയി എന്നുള്ള സത്യം തന്നെ. നിന്നെ ഞാൻ ആ വീട്ടിലോട്ട് കൊണ്ടുപോയി, പക്ഷെ നിന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നിനക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയെ അപ്പ വിളിക്കാം, ഈ ചേച്ചി ആ നിമിഷം നിന്നെ രക്ഷിക്കാൻ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് മരണമാണോ ഡീച്ചേ നിനക്ക് വഴി എന്നൊക്കെ എങ്ങനെ ചോദിക്കാനായിട്ട്. ആ സമയം ചേച്ചി എനിക്ക് മടുത്തു ചേച്ചി, മതി, എല്ലാം മടുത്തു, എനിക്ക് മതിയെ. അപ്പോഴേക്കും മാനുമ പറയണ മോളെ എന്നാലും നീ മരണമാണ് തിരഞ്ഞെടുക്കേണ്ട വഴി എന്ന് ചോദിക്കുമ്പോൾ മതി ചേച്ചി, ഞാൻ ഉള്ളിടത്തോളം അയാൾ എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് മരണമാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറയണേ ഞാൻ എന്തായാലും മാഷിനെ വിളിച്ച് വിവരങ്ങൾ പറയട്ടെ, അദ്ദേഹമാണ് ഞങ്ങളെ വിവരം അറിയിച്ചത്, അതുകൊണ്ട് മാഷിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുറത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ ചീരുവിനോട് സത്യം പറയണേ, ചീരു ഞാൻ മരിച്ചാലും നിന്നെ ഞാൻ മരണത്തിലോട്ട് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല, ഒരു നിമിഷം ഞാൻ വഴുകിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നീ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ചീരു ഒരു നിമിഷം താൻ പ്രണയിച്ചിരുന്ന ആ സത്യനെ നെഞ്ചിൽ ചാരാനുള്ള ആ ഒരു നോട്ടത്തോടു കൂടി ചീരു നോക്കാനായിട്ട്. ഈ സമയം അനുപമയും നിശ്ചലമായി നിൽക്കുകയാണ്. ഇത് കണ്ട് ഇന്ദ്രൻ വരെയാണ്. ഇന്ദ്രനും ആ സത്യനും ചിരുവും സത്യനും കൂടി പരസ്പരം കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത് ഇന്ദ്രനും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സത്യന്റെ തോളിൽ കൈവെക്കണ സത്യ വാ എന്ന് പറയുമ്പോൾ വീണ്ടും ചിരു ഇങ്ങനെ നോക്കണേട്ട. ദയനീയമായ സത്യേട്ടന്റെ കൈകളിലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എത്ര സേഫ് ആയിരുന്നു എന്ന ആ ഭാവത്തോടു കൂടി ചിരു ഇങ്ങനെ നോക്കുന്നു കേട്ടോ. ആ സമയം സത്യനും അതേ ആ ഒരു ഇതിലോട് കൂടിയാണ് നോക്കണേ. അപ്പൊ സത്യം പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും നീ മരിക്കില്ല ചിരു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ചിരു ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും നീ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യം വീണ്ടും ചിരുവിനെ നോക്കുമ്പോൾ ചീരു വീണ്ടും സത്യനെ നോക്കുന്നു. അപ്പോഴേക്കും ഇന്ദ്രൻ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പടിയിറങ്ങുന്നു കേട്ടോ. പിന്നീട് ചീരു ഒരു തരം മരവിച്ചതുപോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭാനുമ പറയണ മോളെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഭാനുമ പോകുന്നുണ്ട്. അനുപമ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലും ഇവര് നേരെ പോകുന്നത് വിനയന്റെ വീട്ടിലോട്ടാണ്. വിനയന്റെ അമ്മ ലംബോദരനും അതുപോലെ ലതികയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അവർ പറയണ ചീരുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഏട്ടൻ ഇപ്പോൾ ഇവൻ ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു, എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ഏട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏട്ടനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ആ സമയം ഇത് കേട്ട ഉടനെ ലതികയുടെ വാക്കുകൾ കേട്ട ലംബോദരം അവന്റെ കിടത്തം കണ്ടില്ല, കുടിച്ച് ലേക്ക് കേട്ട് ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ല, ആ യാതൊരുവിധ ലെവലും ഇല്ലാതെയാണ് അവൻ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരും ബെല്ലടിക്കുന്നു കേട്ടോ. ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദവും കേട്ട അപ്പോഴേക്കും അവര് കഥക് തുറക്കാൻ ചിരിവായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കഥക് തുറക്കുമ്പോൾ തന്റെ മുന്നിലോട്ട് എത്തുന്ന സത്യനും ഇന്ദ്രനും ആയിരിക്കൂട്ടോ. ഉടൻ തന്നെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എവിടെ വിനയൻ എന്ന് പറയണേ. വിനയൻ ചിരുവിനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ ലെക്ക് കേട്ടോ അവിടെ അകത്ത് കിടക്കുന്നുണ്ടെന്ന് പറയാനിട്ടോ. ഇത് കാണുന്ന ഇന്ദ്രൻ അടിമുടി കയറാണ്. എവിടെയോ എത്ര കിലോമീറ്റർ ദൂരെ കിടക്കുന്ന മാഷിനെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ ഭാര്യ അർദ്ധരാത്രിയിൽ ഇറങ്ങിപ്പോയിട്ടും ഇവൻ അന്വേഷിക്കാതെ എവിടെ കിടക്കുകയാണ്, നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലതിക പറയണം മോനെ എന്റെ ചീരു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് കാരണക്കാരെ ഇവനാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയാനിട്ടോ. ഇതേ സമയം ആഹാ വിനയൻ അങ്ങ് എണീക്കാനിട്ടോ. ആഹാ നിങ്ങളിപ്പോ വന്നു, ചീരുവിനെ കാര്യം അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എത്തിയോ എന്ന് പറഞ്ഞ് സത്യനെ ഒരുമാതിരി കോരുന്ന സംസാരിക്കുമ്പോൾ സത്യനാണെങ്കിൽ എടാ വെറുകെട്ടവനെ, നിന്റെ ഈ വൃത്തികെട്ട നാക്ക് ഇനി നീ വളച്ചൊടിച്ചാൽ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യം കൈവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഇന്ദ്രൻ പറയുന്നത് വേണ്ട, അത് വേണ്ട,
വേണ്ടടാ കൈ എടുക്കടാ എന്ന് പറഞ്ഞ് സത്യനെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിനയനാണെങ്കിൽ അമ്മേ ഇവർക്ക് കുടിക്കാൻ ചായ, എനിക്ക് കുറച്ച് മോരുവെള്ളം എടുത്തോ എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ അടിമുടി കയറിയിട്ടോ. ഇന്ദ്രൻ പറയണേ, എടാ നെറികെട്ടവനെ, നീ ഞങ്ങളെ കോരുന്നടോ. ഒരുതരം അസഭ്യമായ വാക്കുകൾ, ഒരുതരം ആളെ അവഹേളിക്കുന്നത് പോലെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഞങ്ങൾ അറിയില്ലെന്ന് നീ കരുതിയോ? നീ വേണ്ടെന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുമ്പോൾ നീ എന്താടേ ചെയ്യുന്നത്? നിന്റെ ഭാര്യ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് അപ്പോൾ മരണം മുന്നിൽ കണ്ട ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ വിനയന് യാതൊരു വിലയില്ല കേട്ടോ. എന്നിട്ട് വിനയനോട് പറയുന്നുണ്ട്, എടാ ഇപ്പൊ ചീരുവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളാണ്. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ചീരുവില്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ചീരുവിന്റെ ജീവനെ ഞങ്ങൾ രക്ഷിച്ചെടുത്ത ജീവനാണ്. ആ ജീവൻ ഇനി നഷ്ടപ്പെടാതിരിക്കാനും അവളുടെ സേഫായി നിർത്താനും ഞങ്ങൾ ഇതിൽ ഇടപെടും. ഇനി ചീരുവിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ വിടില്ലടാ. മര്യാദക്ക് ചീരുവിന്റെ കുഞ്ഞുങ്ങളെ നീ അവളുടെ കൈകളിൽ എത്തിച്ചില്ലെങ്കിൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം ആഹാ നിങ്ങൾ പോവാണ്, ചോദിക്കട്ടെ ചീരുവിന്റെ സംസാരമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. എടാ എന്റെ കുഞ്ഞുങ്ങളെ നീ അവിടെ എത്തിക്കെന്ന് പറയാനേ നിനക്ക് എന്ത് അവകാശമാടാ സത്യമുള്ളത്? സത്യത്തിൽ നീ പറയടാ, ആ കുഞ്ഞുങ്ങളൊക്കെ നിന്റെ കുഞ്ഞാണെന്നുള്ളത് നീ പറയടാ എന്ന് പറയുമ്പോഴേക്കും വിനയന്റെ കണ്ണിലൂടെ പൊന്നിച്ചു പോകുന്നത് വിനയം കാണുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രന്റെ കൈകളിൽ നിന്ന് മാറി അടിക്കുന്നു. ഇത് കാണുന്ന ലതിക മോനെ എന്ന് പറയുമ്പോഴേക്കും ലതിക മാറി നിൽക്ക്, അടിക്കട്ടെ എന്ന് ലംബോദരനും പറയുന്നു കേട്ടോ. അങ്ങനെ അടിയോടടി വിനയൻ അവിടെ ആ ഒരു ബാൽക്കണിയിൽ ചെന്ന് വീഴുന്ന കിടുക്കൻ രംഗം തന്നെയാണ് കേട്ടോ. ഒന്നൊന്നര അഭിനയം തന്നെയാണ് വിനയന്റെ. അങ്ങനെ വിനയൻ തളർന്ന് ഇന്നത്തെ ദിവസം എന്റെ കഷ്ടമാണ്, അടിയോടടി തന്നെ എന്ന് വിനയൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇവന് യാതൊരു കൂസുമില്ലാതെ ഇവൻ ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനെ അടിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു കുറ്റബോധമില്ല. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ അടിക്കാനായി വന്നതല്ല, സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാനായി വന്ന ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ചെയ്യേണ്ടി വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ലംബോദരൻ പറയണേ, അത് കുഴപ്പമില്ല, അവന് കിട്ടേണ്ടത് തന്നെ. ഒരു നിറവേറോട് കൂടിയുള്ള ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവനേക്ക് അത് അത്യാവശ്യമാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ലതിക പറയുന്നുണ്ട്, എന്തായാലും ചീരുവിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും, അതിലുള്ള ബാക്കി നിയമപരമായുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ചീരുവിന്റെ കുഞ്ഞ് അവിടെ എത്തിയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചീരു എവിടെ? ഇപ്പൊ അനുപമയുടെ അടുത്തുണ്ട്. അപ്പൊ വിനയം കണ്ടു തുറക്കുന്നുണ്ട്, വിനയം ഇങ്ങനെ അഭിനയിച്ച് കിടക്കുകയാണല്ലോ. അങ്ങനെ ഈ സമയം അത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ അമ്പിളിയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയായി, പുലർച്ചെ നീച്ച് അമ്പിളിയെ അടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് രഘു ചായയൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ്. ഇതൊരു ശീലമാക്കണ്ട, ഇന്നത്തേക്ക് മാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ രഘുവേട്ട നിങ്ങൾ ഓൺലൈനായി ഓടുവാൻ പോവല്ലേ? ഞാൻ ഓൺലൈനായി ഓടുവാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ മെഷീനിലിരിക്കുന്നത്? അതെ, 5 മണിക്ക് നീച്ച് 7 മണിയാകുമ്പോഴത്തേനും ഒരു ബ്ലൗസ് തയ്ച്ചു 350 രൂപ എനിക്ക് എൻ്റെ കൈകളിൽ കിട്ടി. ഇനി ഈ വീട്ടിലെ പണികൾ പെട്ടെന്ന് ചെയ്യിച്ച് ബാക്കിയുള്ള ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്ലൗസ് മിനിമം തയ്ച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 500 രൂപയെങ്കിലും ഒരു ദിവസം സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്രമാത്രം വരുമാനം നമുക്ക് കിട്ടി. അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഐഡിയക്ക് കൊള്ളാം, അതുപോലെ നടക്കണം എന്നൊക്കെ പറയാം. അതുപോലൊക്കെ നടക്കും. എന്തായാലും അമ്മാവന്റെ കാര്യം ഇപ്പൊ എന്തായി? അമ്മാവന്റെ കാര്യത്തിൽ അമ്മാവനെ നമുക്ക് പഴയ അമ്മാവനാക്കി തിരിച്ചെടുക്കണം എന്ന് രഘു പറഞ്ഞുടനെ അമ്പിളി പറഞ്ഞു, എന്തായാലും എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് വളരട്ടെ, എന്തായാലും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ ചേർത്ത് പിടിക്കും. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് ആദ്യം പാലിക്കട്ടെ. എടി, നിന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നതിൽ അതിൽ ഒരു ഭാഗം നിനക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവകാശികൾ വേറെയും വരും, ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നൊക്കെ പറയുമോ. എൻ്റെ അനിയത്തിമാർ വരട്ടെ, അപ്പൊ എൻ്റെ അച്ഛന്റെ നിലപാട് എന്താണെന്ന് അറിയട്ടെ. അല്ല, അമ്മാവൻ എവിടെ എന്ന് ചോദിച്ച ഉടനെ എനിക്കറിയത്തില്ല, രാവിലെ തന്നെ എങ്ങോട്ടോ പോയി. അപ്പൊ ഇങ്ങോട്ട് പോയിട്ട് നീ അന്വേഷിച്ചില്ല? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്താടി, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്? അതൊന്നും എനിക്കറിയില്ല, പുറത്തോട്ട് പോകുന്നു, എത്രമാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ലച്ചു വിശക്കുന്നു അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്പിളി പറയുന്നത്, രഘുവേട്ട കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കുമെന്നും പറഞ്ഞ് അതും അമ്പിളി രഘുവിന്റെ തലയിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇതേ സമയം ശബരി എത്തിയിരിക്കുകയാണ്. ശബരിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇത്തവണ എൻ്റെ ഭാര്യ നല്ല നല്ല ഇതോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്, വേണ്ട രീതിയിൽ ചെയ്തത് കൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ പറയണേ, ഞാൻ ശബരിയേട്ടനോട് ഇതൊക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞതല്ലേ, അതൊക്കെ ശരി തന്നെ, നീ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. എന്നാലും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രാമനാഥൻ പറയണേ, എന്തായാലും സുശീലയുടെ ഈ ഒരു കള്ളക്കളികളൊക്കെ ഇനിയിപ്പോ എന്തായാലും സുശീലയ്ക്ക് കട കിട്ടാതിരിക്കാനുള്ള കാരണക്കാരിയൊക്കെ നീയല്ല,
തന്നെയല്ലേ ഒന്നാമത് അവർ പിരിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് അനുഭവം ചൂട് പിടിപ്പിക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് പറയണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും വിനയനും ചീരയും പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ ഇപ്പുറത്ത് പ്രതിഭയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ആ എപ്പിസോഡിനായിട്ട്. ചീരയും വിനയനും ഒന്നിക്കുന്ന ആ ഒരു സീനിലോട്ട് തന്നെയാണ് ഇനിയും കഥ പോകുന്നത് കേട്ടോ.